എടാ ഇന്ന് എന്നാടാ ബാഗിന്റെ അകത്ത് പുസ്തകമൊന്നും ഇല്ലല്ലോ, മൊത്തം കുപ്പിയും പാട്ടയാണല്ലോ. നീ ട്യൂഷന് വന്നതാണോ അത് ആക്രി ഇറക്കാൻ പോയതാണോ? ആക്രി 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 ആക്രിക്കാരെ അവിടെ നില്ലടാ, വേണ്ട കിടക്കുന്നു കുറെ ആക്രി 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 ആക്രി. ട്യൂഷൻ തുടങ്ങാറ്, നീ വരുന്നില്ലേ? ഒരു 5 മിനിറ്റ്, ഒരു കാര്യമുണ്ട്. മറ്റേ ആക്രിക്കാരൻ വരുന്നുണ്ട്. ഡാ ഞാൻ അങ്ങനെയൊന്നും പറയല്ലേ. കാർത്തി അവിടെ നിന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാ ഗൗരവേ? കാർത്തി, ഇന്നലെ ഞാൻ നിന്നെ ഒത്തിരി കളിയാക്കി, സോറി. നിനക്ക് എന്നോട് പിണക്കമാണോ? എനിക്ക് നിന്നോട് പിണക്കമൊന്നും ഇല്ല ഗൗരവേ. നീ എന്തിനാടാ അവനോട് സോറി പറഞ്ഞേ? എടാ ഇന്നലെ ഞാൻ വീട്ടിൽ പോയപ്പോഴേ അച്ഛൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു. ചാച്ചി എപ്പോഴാ വന്നേ? ചാച്ചി വന്നിട്ട് കുറച്ചു നേരം വേടാ. അമ്മേ, എനിക്കും കാപ്പി. എങ്ങനെ ഉണ്ടായിരുന്നു പുതിയ ട്യൂഷൻ ക്ലാസ് ഒക്കെ? കൊള്ളാം. പിള്ളേരൊക്കെ ഉണ്ടോ? ചാച്ചി, ഞങ്ങൾ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒരു രസം ഉണ്ടായി. എന്നാ മോനെ? എൻ്റെ ട്യൂഷൻ പഠിക്കുന്ന ഒരു ചെറുക്കൻ റോഡിൽ തെന്നി വീണു. എന്നിട്ട് അവൻ്റെ ബാഗിൽ മൊത്തം പ്ലാസ്റ്റിക് കുപ്പികൾ. എന്നിട്ട് ഞങ്ങളാണെ അവിടെ നിന്ന് ഇവിടെ വരെ അവനെ ആക്രിക്കാരാന്ന് വിളിച്ച് കളിയാക്കി. ഇത് ഞങ്ങൾ മാത്രമല്ല, കണ്ടവരെല്ലാം ഭയങ്കര ചിരിയായിരുന്നു ഇത് കണ്ടിട്ട്. അയ്യോ, അതേതാ മോനെ പയ്യന്? അതാ താഴത്തെ കടയിൽ നിൽക്കുന്ന രമേശ് ചേട്ടന്റെ മോനാന്ന് തോന്നുന്നു. അവന്റെ പേര് കാർത്തിക് എന്നാ. മോനെ, താഴത്തെ പലചരക്കട സാധനം എടുത്ത് കൊടുക്കാൻ നിൽക്കുന്ന രമേശനല്ലേ? മോനെ, ആ രമേശൻ ചാച്ചിയുടെ കൂട്ടുകാരൻ. രമേശന്റെ അച്ഛനില്ലേ, അതായത് കാർത്തിയുടെ വല്യച്ഛൻ, പുള്ളി നാട്ടിൽ വലിയൊരു പ്രമാണിയായിരുന്നു.